Hello, hi all, welcome to my YouTube channel Nihan B Vlogs on Talks. It's me, Nihan. ഒരുപാട് ആളുകൾ നേരിടുന്ന ഒരു പ്രോബ്ലമാണ് നാണം അഥവാ ഷൈനസ്. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഞാനത് ചെയ്തു കഴിഞ്ഞാൽ അവനെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവളെന്ത് വിചാരിക്കും, അവളെന്ത് കരുതും എന്നുള്ള തെറ്റായ ചില ചിന്തകളാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ സമ്മതിക്കാതെ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ തടഞ്ഞു നിർത്തുന്നത്. അതിൽ നിന്നൊരു മോചനം നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ ഷൈനസ് എങ്ങനെ ഓവർകം ചെയ്യാം, അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ധൈര്യമായി ഒരു മടിയും കൂടാതെ ചെയ്യാനുള്ള കോൺഫിഡൻസ് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നതാണ്. നമ്മൾ ഒന്നാമതായി ചിന്തിക്കേണ്ടത്, എല്ലാവർക്കും അവരുടേതായ ഓരോ തിരക്കുകളുണ്ട്. എല്ലാവരും നമ്മളെ പറ്റി അങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കും എന്ന ചിന്താഗതി അത് ആദ്യം മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഐഡന്റിഫൈ യുവർ സെൽഫ്. നമ്മളെ തന്നെ സ്വയം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, നമ്മുടെ കഴിവുകൾ എന്തൊക്കെയാണ്, അത് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിയുക, അതിൽ വിശ്വസിക്കുകയും ഓരോ ദിവസവും അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണോ അതെല്ലാം നമ്മൾ ചെയ്യുക. മാത്രമല്ല, ഇത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മുടെ കഴിവ് എവിടെയെങ്കിലും പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി നമുക്കൊരു അവസരം കിട്ടുന്ന സമയത്ത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ചിന്ത അതങ്ങ് മാറ്റിവെച്ച് നമ്മുടെ ചാൻസ്, നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു അവസരം നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. സോ ഫസ്റ്റ് യു നീഡ് ഐഡന്റിഫൈ യുവർ സെൽഫ്. നമ്പർ 2, കമ്പാരിസൺ. നമ്മുടെ ഷൈനസിന്റെയും ഈ കോൺഫിഡൻസ് ചോർന്നു പോകുന്നതിൻ്റെയും ഒക്കെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് കമ്പാരിസൺ ആണ്. കാരണം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെയുള്ളവരുമായിട്ട് നിങ്ങളെ തന്നെ കമ്പയർ ചെയ്യും. എനിക്ക് അവൻ്റെ അത്രയും കളറില്ല, അല്ലെങ്കിൽ എനിക്ക് അവൻ്റെ അത്രയും ഉള്ള കഴിവില്ല, അല്ലെങ്കിൽ എനിക്ക് അവനെ പോലെ ചെയ്യാനൊന്നും കഴിയുന്നില്ല, അവൻ്റെ ഒപ്പം എത്താൻ പറ്റുന്നില്ല. ഇങ്ങനെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് നമ്മുടെ സ്വയം തളർത്തുന്ന ആ ഒരു ചിന്ത, അല്ലെങ്കിൽ നമ്മളെ സ്വയം താഴ്ത്തി കാണുന്ന ആ ഒരു മാനസികാവസ്ഥ, ഇത് എവിടെയും നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കാതെ നിങ്ങളെങ്ങനെ സ്റ്റക്കാക്കി നിർത്തുന്ന ഒരു ഇതാണ്. ആ ഒരു അതിർവരമ്പ് നിങ്ങൾ മറികടക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഒരിക്കലും മറ്റുള്ളവരുമായിട്ടുള്ള ഒരു കമ്പാരിസൺ ആവശ്യമില്ല. കാരണം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായിട്ടുള്ള കഴിവുകളുണ്ട്. സോ നമ്മുടെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. പകരം നമുക്ക് നമ്മളെ തന്നെ കമ്പയർ ചെയ്യാം. നമ്മളുമായിട്ട് തന്നെ കമ്പയർ ചെയ്യാം. എങ്ങനെ? ഇന്നലത്തെ എന്നേക്കാൾ എത്രത്തോളം ഇന്നത്തെ ഞാൻ ഇമ്പ്രൂവ്ഡ് ആണ്. അപ്പൊ അതാണ് നമ്മൾ ചെയ്യേണ്ട കമ്പാരിസൺ. കാരണം ഓരോ ദിവസവും നമ്മൾ സ്വയം ഡെവലപ്പ് ചെയ്യാനായിട്ട്, ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്പർ 3, എംബ്രേസ് റിജക്ഷൻ. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരും തന്നെ പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള വെർഷനും ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള വെർഷൻസും ഉണ്ട്. സോ ആരും തന്നെ പെർഫെക്റ്റ് അല്ല. കുറച്ച് ആൾക്കാർ ഇരിക്കുന്ന ഒരു വേദി, രണ്ടു പക്കം സംസാരിക്കാൻ നിങ്ങൾ ക്ഷണിക്കുകയാണെന്ന് വെച്ചെടുക്കുക. നിങ്ങൾക്ക് കയറി സംസാരിക്കാൻ തുടങ്ങുകയാണ്, പക്ഷെ വിചാരിച്ച പോലെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിൽ പല മിസ്റ്റേക്കുകളും വന്നേക്കാം. അത് വെച്ച് നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ ചുറ്റുമുള്ളവരും ഒക്കെ നമ്മളെ കളിയാക്കിയെന്നും ഇരിക്കും. സോ ഇത് കേൾക്കുമ്പോൾ ഭൂരിഭാഗം ആളുകളും ചിന്തിക്കുന്നത് എന്താണ്? ഇതൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന ഒരു പണിയല്ല, ഇപ്പോഴേ എല്ലാവരും എന്നെ കളിയാക്കി ആകെ നാണം കെട്ടല്ലോ എന്ന് ചിന്തിച്ച് ഇനിമേൽ സ്റ്റേജിൽ കയറില്ല എന്ന് തീരുമാനമെടുക്കും. കൂടുതൽ പേര് അങ്ങനെയാണ്. അതേസമയം അതൊന്ന് മാറ്റി ചിന്തിച്ച് നോക്കുക. അതായത്, എന്നെ കളിയാക്കിയ എല്ലാവരും എൻ്റെ സ്ഥാനത്ത് ഈ സ്റ്റേജിലോട്ട് വിളിച്ച് സംസാരിപ്പിച്ചാൽ എന്നേക്കാൾ നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നവരാണോ എന്ന് ചിന്തിക്കുക. ചിലപ്പോൾ ആ കളിയാക്കിയ ഭൂരിഭാഗം ആളുകളും നമ്മളെക്കാൾ നന്നായിട്ട് പതറിപ്പോകുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ പറയുന്നത് കേട്ട് നമ്മൾ സ്വയം വിലയിരുത്തുന്നത് ഒരിക്കലും ശരിയുള്ള കാര്യമല്ല. അങ്ങനെയുള്ള ആളുകൾ നമ്മളെ കളിയാക്കുമ്പോൾ ആ കളിയാക്കുന്ന ആളുകൾ പറയുന്നത് കേട്ട് എല്ലാം അവിടെ തന്നെ അവസാനിപ്പിക്കുന്നതാണോ നല്ലത്? അഥവാ കളിയാക്കിയ ആളുകളെ കൊണ്ട് തന്നെ കൈയടിപ്പിക്കുന്ന രീതിയിൽ വീണ്ടും ഒരു ചാൻസ് കിട്ടുന്ന സമയത്ത് അത് മാക്സിമം ഉപയോഗപ്പെടുത്തുകയാണോ വേണ്ടത് എന്നൊന്നും നിങ്ങൾ ചിന്തിച്ചു നോക്കുക. സോ ഈ ഒരു കാര്യത്തിൽ, അതായത് ഷൈനസ് ഓവർകം ചെയ്യാനും അതുപോലെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും ഒക്കെ ആദ്യം നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെയാണ്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാനിത് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും തോന്നുമോ, ഇവർക്ക് എന്തെങ്കിലും തോന്നുമോ എന്നുള്ള തോട്ട് മാറ്റിയാൽ തന്നെ നമുക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും. നമുക്ക് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ തെറ്റിപ്പോകുമോ എന്നുള്ള ഭയമാണ് നമ്മളെ കൊണ്ട് ആ ഒരു കാര്യം ചെയ്യണോ
ആ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യണോ എന്നും നമ്മുടെ മനസ്സ് സമ്മതിക്കാത്തത്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരും തന്നെ ഒരു കാര്യവും ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് പെർഫെക്റ്റ് ഒന്നുമായിട്ട് ചെയ്യുന്നവരൊന്നുമല്ല, ഒരിക്കലും ആയിരിക്കില്ല. എല്ലാവർക്കും മിസ്റ്റേക്കുകൾ ഉണ്ടാവും. തന്നെ ആയാലും അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യുമ്പോഴും മിസ്റ്റേക്കുകളും റിജക്ഷനുകളും ഒക്കെ സംഭവിക്കാവുന്നതാണ്. പക്ഷെ ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഇതോടുകൂടി അവസാനിപ്പിച്ചു പോകുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾക്ക് ഒരിക്കലും കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. പകരം ഓരോ തെറ്റുകളും അത് അക്സെപ്റ്റ് ചെയ്ത് അത് മനസ്സിലാക്കി അത് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമേ ലൈഫിൽ വിൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഷൈനസ് ഓവർകം ചെയ്യണമെങ്കിൽ, ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള വ്യക്തിയായിട്ട് മാറണമെങ്കിൽ, ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.